നമസ്കാരം, ധാനുസ് PSC ടിപ്സ്. ഇന്ന് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. 2024 GK പാർട്ട് മാത്രം. ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റിൽ നിന്ന് ശരിക്കും വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഏതാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് എന്ന് പറയുമ്പോൾ ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. നെക്സ്റ്റ് വൺ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ് ആരാണ്? പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഏതാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അല്ലേ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദ നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ആരാണ്? ബാലഗംഗാധര തിലക്. ഉൾപ്പെടാത്തത് ആരാണ്? ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 44ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലാണ് ചോദിച്ചേക്കുന്നത്. ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്ക്, മൗലിക അവകാശങ്ങൾ. ആൻസർ ഏതാണ്? മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടാത്തത്. കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ആൻസർ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ. സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ 10ാം ക്ലാസ് സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റിൽ നിന്നുമാണ്. ആ ഓർഡർ വൈസ് തന്നെ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? VP മേനോൻ. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി. ഇതും ടെക്സ്റ്റിൽ അടുത്തടുത്ത പേജുകൾ വരുന്നതാണ്. ആ ടെക്സ്റ്റിലെ സോഷ്യലിസ്റ്റ് ടെക്സ്റ്റിലെ അടുത്തടുത്ത പേജിൽ വരുന്ന ക്വസ്റ്റ്യൻസാണിത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്?
KM പണിക്കർ. ഇതും ടെക്സ്റ്റിൽ ഈ 3 ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിൽ അടുത്തടുത്ത പേജുകളിൽ ഒന്നാണ് ചോദിച്ചേക്കുന്നത്. റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം അല്ലേ? റൂർക്കല അറിയാം, ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ചൊവ്വ ദൗത്യം, മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, 3 ശരിയായ പ്രസ്താവനകൾ. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയേതാണ്? ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഏതാ വരിക? എല്ലാം ശരിയാണ്. 7 രാജ്യങ്ങൾ. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഏറ്റവും കൂടിയ ദൂരം ബംഗ്ലാദേശുമായിട്ടാണെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റവും കുറഞ്ഞ ദൂരമാണ് കാണുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. രണ്ട് മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായ കണ്ടെത്തുക. ദേശീയ പ്രതീകങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. കായിക വിനോദം ഹോക്കി, ആന ദേശീയ പൈതൃക ജീവി എന്നുള്ളത് 1ഉം 2ഉം ശരിയായതാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഇതിലെല്ലാം തന്നെ ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻസ്: കേരളത്തിന് തെക്ക് വടക്ക് നിന്നുള്ള 200 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഇത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നദികളാണ് ചോദിച്ചേക്കുന്നത്. ഒന്നും 3ഉം ശരിയാണ്. കിഴക്കോട്ട് പോകുന്നവയെ അറിയാം. കബിനി, ഭവാനി, പാമ്പാറാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇനി കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. രണ്ട് മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണെന്നുള്ളതാണ് ശരിയല്ലാത്തത്, അല്ലേ? ശരിയല്ല. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്ത് തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. മത്സ്യബന്ധനം 2ഉം 3ഉമാണ് യോജിച്ചവ. 2ഉം 3ഉം. അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറവും. നെക്സ്റ്റ് വൺ, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വൈദ്യുത പദ്ധതി ഇതിലെല്ലാം ശരിയാണ്. ഇനിയുള്ളത്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ചവ കണ്ടെത്തി എഴുതുക. 1ഉം 3ഉമാണ് യോജിച്ചവ. കരിമ്പുഴ മലപ്പുറം, ചെന്തരുണി കൊല്ലം. ഇതൊക്കെ നമുക്ക് സിമ്പിളായി അറിയാവുന്നതായിരിക്കും.
ശ്രദ്ധിച്ചെഴുതണം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താ വരിക? 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ഇപ്പോൾ ഈ LGSൻ്റെ മെയിൻ എക്സാമിന് ആയിട്ടാണ് ഇങ്ങനെ ഇത്രയും പ്രസ്താവന രീതികളും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ LD UP ഒക്കെ പ്രസ്താവന തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുക. പ്രസ്താവന രീതി അപ്പോൾ നമ്മളൊന്നുകൂടി റിവൈസ് ചെയ്ത് അതൊന്നുകൂടി എല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായി ശരിക്കും എഴുതാൻ പറ്റുള്ളൂ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 182 ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. ഇത് തെറ്റായവ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ആൻസർ വരുന്നത്? 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംസീറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അല്ലേ? ഇത് ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻസ് തെറ്റായി വരുന്നത് ഏതാണ്? 2 അല്ലേ തെറ്റായി വരുന്നത്. നെക്സ്റ്റ് വൺ, കേരള കലാമണ്ഡലം കൽപ്പന സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കാം. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരം സ്ഥിതി ചെയ്യുന്നു. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. ഇതിൽ ആൻസർ എന്താ വരിക? ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സാഹിത്യ അവാർഡുകളാണിത്. ഓപ്ഷൻസ്: 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഏതായിരിക്കണം? 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലേ. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻ കുമാർ. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ഇത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. 1, 3, 4 തെറ്റായ പ്രസ്താവന എന്നാണ്. 2 മാത്രമാണിപ്പോൾ ശരി പറഞ്ഞേക്കുന്നത് അല്ലേ. ശരിയായ പ്രസ്താവനയാണ് നമുക്കിവിടെ ചോദിച്ചേക്കുന്നത്. ചന്ദ്രയാൻ 3 സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് വായിച്ചു ഞാൻ. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഏതാ വരിക? ആൻസർ 1, 3, 4 ശരിയായ പ്രസ്താവന. 1, 3, 4 ശരിയായ പ്രസ്താവന അല്ലേ. ഓക്കെ. കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം ഏതാണ്? തനതായ നൃത്തകലാരൂപം ഏതാണ്? ഏതായിരിക്കും? മോഹിനിയാട്ടം അല്ലേ. അത് ഓർക്കാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇപ്പോഴും. തനതായ നൃത്തകലാരൂപം മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഇതും ടെക്സ്റ്റിലാണ് കേട്ടോ. അമ്മ എന്ന നോവൽ എഴുതിയത് ഏത് ടെക്സ്റ്റാണ്? സോഷ്യലിസ്റ്റ് ടെക്സ്റ്റാണിത്. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓർമ്മയുണ്ടോ? മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഇവിടെ എൻ്റെ ആൻസർ ഇല്ല. ദേശീയ തലത്തിൽ, ഭരണഘടനാ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? അഴിമതി. ആൻസർ ലോക്പാൽ. നെക്സ്റ്റ് വൺ, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ Y ചന്ദ്രചൂഡ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ, ധനഞ്ജയ. ഓക്കെ, സുപ്രീം കോടതി ധനഞ്ജയ തന്നെയാണ്. ഓക്കെ, ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലൈസൻസ് ഫെയർ സിദ്ധാന്തം
ലൈസോസ്ഫിയർ സിദ്ധാന്തം ഓർക്കുക. കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ലൈസോസ്ഫിയർ സിദ്ധാന്തം. അവിടെ ഒരു കറക്റ്റ് ആൻസർ ഇല്ലല്ലേ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? കോക്ലിയ ഗോൾഡിൻ. ഇനി വരുന്ന ക്വസ്റ്റ്യൻ 25/2024 നടന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആണ്. ഇത് നമുക്ക് LD പോലെയുള്ള സിലബസ് തന്നെയാണ് ഇവിടെയും ചോദിക്കുക. അതിൻ്റെ GK പാർട്ടുണ്ട്. ബാക്കി കുറച്ച് ഭാഗം വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് നിയമത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അത് ഒഴിവാക്കിയിട്ടുള്ള GK പാർട്ട് മാത്രം ഇതിലാണ് നോക്കിയേക്കുന്നത്. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? പ്രസ്താവന വായിക്കുമ്പോൾ ഫൈസദാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിൽ തെറ്റായ പ്രസ്താവന അല്ലേ? തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇതാ വരിക. 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവന. ഇനിയുള്ളത് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായവ ഏതാണ്? ജോഡികൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരിക 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇത് ശരികളിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ ഇത് കുറേ ഉണ്ടല്ലോ. ഓക്കെ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും താൻവാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സംസ്കാര വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെതൂങ്ങാണ്. മാവോ സെതൂങ്ങിന് ശേഷം ഗുവോഫത്ത് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഇതിനകത്തുള്ളത് തെറ്റായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത് അല്ലേ. ആൻസർ 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും താൻവാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സംസ്കാര വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെതൂങ്. ഇത് 3ഉമാണ് ശരികൾ. ബാക്കി ഇതൊരെണ്ണം തെറ്റായ പ്രസ്താവനകളാണ്. ഇനി സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ എല്ലാം നമ്മൾ പോയിൻറ്റ്സ് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഇനി 1951 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സമനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ദേശനാമങ്ങൾ. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ആൻസർ വരിക? ഉള്ളി 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3 ശരിയാണ്. പ്രയർ പോയിൻറ്റ്സ് നമുക്ക് ഒന്നിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ കാണാതെ വായിച്ച് പഠിക്കണം. ശരി പ്രസ്താവന നോക്കുമ്പോൾ സമനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം പന്മന നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഈ ചോദ്യങ്ങൾ വരുന്ന പ്രസ്താവന രീതി വരുന്ന ചോദ്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വേണമെങ്കിലും ഒറ്റയ്ക്കും അത് ചോദിക്കാം. പ്രസ്താവന അല്ലാതെ നമുക്ക് ചോദിക്കാം. അപ്പോൾ കണ്ടൻറ്റിൽ വരുന്ന ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: നാഗ്പൂർ സമ്മേളനം, ബോംബെ സമ്മേളനം ഉണ്ട്, ലാഹോർ സമ്മേളനം, സൂറത്ത് സമ്മേളനം ഉണ്ട്. ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ ഓപ്ഷൻസ് ഏതാ വരിക? ആൻസർ ഓപ്ഷൻ ഡി ഇവിടുത്തെ ആൻസർ. 1ഉം 4ഉമാണ് ശരിയായ ഓപ്ഷൻസ്. നാഗ്പൂർ നിസ്സഹകരണ പ്രസ്ഥാനം, അവിടെ സൂറത്ത് സമ്മേളനം, ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ.
അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ നേടിയ ഏത് രാജ്യമായിരുന്നു? ഇതിനെതിരെയായിരുന്നു. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇന്നിങ്സ് സ്കോർ അല്ലേ, ഇന്നിങ്സ്. ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ശരിക്കും ഈ എന്താ പറയുക, ക്രിക്കറ്റിൻ്റെ സ്പോർട്സിനെ പറ്റിയൊക്കെ ആരും ഗേൾസ് അങ്ങനെ അധികം അങ്ങോട്ട് പോകില്ല. ബോയ്സിനായിരിക്കും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അല്ലേ. ഈ ടെക്സ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അധികം പഠിച്ചാലും ആ പേരുകൾ ഓർത്തോർത്ത് വെച്ചാലും നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. അന്താരാഷ്ട്ര സ്റ്റേറ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഏതാ വരിക? ആൻസർ ഓസ്ട്രേലിയ ആണ്. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി ഏതാണ്? സിങ്ക് ഹോളുകൾ, ഭൂഗർഭജലം. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ്? ടാൽക്ക്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? ഏത് സംരംഭമാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ at 75. അടുത്തത് 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമാണ്. ഓപ്ഷൻ സി, ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇത് 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന വരിക. ബാക്കി വരുന്ന അല്ലേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇത് മുന്നോട്ട് വെച്ചത്. ഏത് നിർമ്മാണമല്ലേ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശം കൊണ്ടുവന്നു അല്ലേ. സമ്പൂർണ്ണ സമ്മേളനത്തിൽ കൂടി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതൊക്കെ ശരിയായ പ്രസ്താവന. വലിയ ശരിയായ പ്രസ്താവനകൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം എന്നുള്ളത് മസ്തായ കാര്യമാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ 1, 2, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. എല്ലാം എന്താണ്? ശരിയായ പ്രസ്താവന അല്ലേ. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല അല്ലേ. ഇതിപ്പോൾ ഓർത്താൽ മതി. ആരാ പോയത് ഈ ഇടയ്ക്ക്? വിസ വേണ്ട, നേപ്പാളിൽ പോയല്ലോ. ഒരാൾ പോയില്ലേ, ഗോപിക ഹസ്ബൻഡും കൂടി അല്ലേ. അവർക്ക് വിസ വേണ്ടാത്ത നേപ്പാളിൽ പോയി എന്നല്ലേ പറഞ്ഞേ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? സംവഹന വൃഷ്ടിയാണ് ഭൂമധ്യരേഖ പ്രദേശത്ത്. മൈസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽമഴ മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? M. വിശ്വേശ്വരയ്യ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമുണ്ടല്ലേ പ്രസ്താവനയെക്കാളിലും. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം പെട്ടെന്ന് ആൻസർ വരും. ഏതായിരുന്നു? ഫിലിപ്പൈൻസ്. ആമുഖം പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്.
ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആരെങ്ങനെയൊക്കെ പറഞ്ഞു? ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ മൗലിക അല്ലെങ്കിൽ ആമുഖത്തെ, പിന്നെ പറയുന്ന ആമുഖത്തെ പറ്റി പലരും പല അഭിപ്രായങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ അത് ഹിദായത്തുള്ള പറഞ്ഞത് മാത്രമല്ല, ബാക്കി പലരും പറഞ്ഞത് കൂടി കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ് വൺ, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻസ്: നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ആൻസർ വരിക. ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചേക്കുന്നില്ലേ. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇനി ചേരുംപടി ചേർക്കുക. എങ്ങനെ ചേരുംപടി ചേർക്കാം? നിർദ്ദേശതത്വങ്ങൾ എന്തിനോട് ചേരും? ഇതിലെ ആൻസർ ആദ്യം എവിടെ വരുന്നുണ്ട്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരിക. അപ്പോൾ നിർദ്ദേശതത്വങ്ങൾ എന്തിനോട് ചേരുന്നുണ്ട് അറിയാമല്ലോ. നിർദ്ദേശകം അയർലൻഡ്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. റഷ്യ USSR. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഓക്കെ അല്ലേ? നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. അധികാരങ്ങൾ കാനഡ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഡാഷ് സംസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. തിരഞ്ഞെടുപ്പിന് ഏത് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനാണ് യോഗ്യത ആവശ്യം? ഏതൊക്കെ യോഗ്യതയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഇല്ലേ? ഏത് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനാണ് ഇതെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരാൾക്ക്? ആർക്കാണ്? ഉപരാഷ്ട്രപതി കേട്ടോ. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും ഉണ്ട് ഇവിടെ. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ അല്ലേ? ഏതൊക്കെയാണെന്ന് ചേരുംപടി ചേർക്കാനാണ് പിന്നെയും ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ബി ഓപ്ഷൻ അവിടുത്തെ ആൻസർ വരിക കേട്ടോ. അത് വെച്ച് നോക്കുക. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഏതാ വരിക? ഹംഫ്രി ബർക്കലി. ദ പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലി. നിയമങ്ങളുടെ അന്തസ്സത്ത എന്തായിരിക്കണം സംഭവം? നിയമങ്ങളുടെ അന്തസ്സത്ത സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂ. ഇന്ത്യ 2020 എന്ന് പറയുമ്പോൾ ആരാണിത്? അബ്ദുൽ കലാം അല്ലേ? APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി. മൈ ട്രൂത്ത് ഓൾറെഡി നേരത്തെ ഉള്ളിൽ അറിയാൻ പറ്റും. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. തെറ്റായ ജോഡികൾ ഏതൊക്കെയാണെന്ന് ആൻസർ ഏതാ വരിക? രണ്ടാമത്തത് മാത്രമാണ് തെറ്റായ ജോഡി വരിക. ജമ്മു കാശ്മീർ ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ മാത്രം എഴുതുക അല്ലേ. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിൻ്റെ 2 കേന്ദ്രഭരണങ്ങളെ മാറ്റിയത് 2019 രാജ്യതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 1, 2, 3 അല്ലേ? ഡി 1, 2, 3 ശരിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതെല്ലാം? 73, 74 ഭേദഗതി പ്രകാരം എന്തൊക്കെ അനന്തരഫലങ്ങളുണ്ടായി? അതിൽ പെടാത്തത് എന്തൊക്കെയാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, 10ാം പട്ടിക, 11ാം പട്ടിക, 12ാം പട്ടിക. ഇതിലേതെങ്കിലും ആണ് അനന്തരഫലങ്ങൾ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാ വരിക? രണ്ടാമത്തതാണ് പെടാത്തത്. ബാക്കിയൊക്കെ ഇത് 73, 74 ഭേദഗതികൾ വഴി രൂപപ്പെട്ടതാണ്. ചേരുംപടി ചേർക്കാം. ഇവിടെ അഭയകരണം പദ്ധതി എന്താണ്? വിദ്യാകരണം പദ്ധതി എന്താണ്? താലോലം പദ്ധതി എന്താണ്? വിദ്യാജ്യോതി പദ്ധതി എന്താണ്? അതിൽ ചേരുംപടി ചേർത്തെഴുതുക. ശരിക്കും ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ആൻസർ ആദ്യം പറയില്ല. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. 1C 2D അല്ലേ? 1 വിധവകൾക്ക് സാമ്പത്തിക സഹായം, അഭയകരണം വിധവകൾക്ക് സാമ്പത്തിക സഹായം ഇല്ലേ?
അഭയകരണം എന്ന് പറയും വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകരണം എന്താണ്? വികലാംഗരുടെ മക്കൾക്ക് ധനസഹായം. വിദ്യാകരണം മക്കൾക്ക് ധനസഹായം. താലോലം പദ്ധതി എന്ന് പറയാൻ നമുക്കറിയാം കുറച്ചല്ലേ, താലോലം പദ്ധതി അറിയാവുന്നതാണ്. ഏതാണ് വരിക? മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അല്ലേ, അതാണ് താലോലം പദ്ധതി. ഇനി വിദ്യാജ്യോതി എന്ന് പറയുമ്പോൾ വിദ്യാജ്യോതി എന്തായിരുന്നു? PH വിദ്യാർത്ഥികൾക്ക് അല്ലേ, പഠനത്തിലുള്ള സാമ്പത്തിക സഹായം. ഇതിൽ താലോലം മാത്രമേ ഭൂരിഭാഗം പേർക്കും അറിയുള്ളൂ അല്ലേ, അത് ചൂടെ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. ഇനി വരുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ഇത് 24 തന്നെയാണ്. ആൻസർ എന്താ വരിക? 4-ാമത്തതാണ് തെറ്റായ പ്രസ്താവന അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 400A എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഏതാണ്? ഇതൊന്നുമല്ലെന്നാണ് 400A. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴ്ന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25/24 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ 27/24 ആണ് വരുന്നത് കേട്ടോ. അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. മലയാളം മീഡിയം കേട്ടോ. ഇത് 10th ബേസാണ് ഇതെല്ലാം വന്നേക്കുന്നത്. കുറച്ച് കട്ടിയായ പ്രസ്താവന രീതി ക്വസ്റ്റ്യൻസ് വായിക്കാൻ നമുക്ക് കുറച്ചുകൂടി അറിയില്ല, നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കണം തോന്നും. ഒരു LGS ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ എല്ലാം അറിയാം. അപ്പോൾ അറിയൊന്നും പഠിക്കേണ്ട തോന്നും. വീണ്ടും ഇച്ചിരി കൂടി പ്രസ്താവന രീതിയൊക്കെ വായിക്കാൻ നമുക്കൊന്നും ശരിക്കും അറിയില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അത് വീണ്ടും പഠിക്കണമെന്ന് ആലോചിച്ചിട്ട് വീണ്ടും ഹറി അപ്പ് ചെയ്തിട്ട് വീണ്ടും സിലബസ് വെച്ചിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ആരാണത് ഗറില്ല സമരം? താന്തിയ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? പട്ടണം. ഇന്ത്യൻ ഭാഷാടിസ്ഥാന രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ഇല്ലേ, ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായ ക്രമത്തിൽ വരുന്നത്? ചമ്പാരൻ, ഖേദ സത്യാഗ്രഹം, നിസ്സഹകരണം, സിവിൽ നിയമനങ്ങളുടെ പ്രസ്ഥാനം. അപ്പോൾ ഗാന്ധിജിയുടെ സമരങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. 2023 150 ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 150 വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1ഉം 2ഉം മാത്രം. ഭൂവൽക്കം. തിരമാലകൾ എന്നാൽ എന്താണ്? സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ തീരസമുദ്രത്തെക്കുറിച്ചുള്ള തെറ്റായ സൂചന ഏതാ വരിക? 1ാമത്താണ് തെറ്റായ സൂചന. തീരസമുദ്രം നമ്മുടെ സിലബസിൽ തന്നെ അങ്ങനെയുണ്ട്, തീരസമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമുദ്രം വൈദ്യുതി കുറവാണെന്നുള്ള തെറ്റായ പ്രസ്ഥാനം. ബാക്കി വരുന്നത് കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമാണ്, ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നവയാണവ. താഴ്ന്നു പോയ സമുദ്രങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമതീര സമുദ്രങ്ങൾ. ഈ സമുദ്രങ്ങളെക്കുറിച്ച് നമുക്കൊരു നോട്ട് ബേസിട്ട് പഠിക്കണം. അപ്പോൾ എങ്കിലേ അത് പ്രസ്താവന ചെയ്ത് നമുക്ക് ശരിക്കും എഴുതാൻ പറ്റുകയുള്ളൂ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം?
ഓപ്ഷൻസ് ഇല്ല ഇവിടെ. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ്. ഭൗമ താപോർജ്ജ കേന്ദ്രം ഏതാണ് വരുന്നത്? ആൻസർ ഇതാ വരിക 1ഉം 2ഉം. പുക താഴ്വരയും മണികർണം. പുക താഴ്വരയും മണികർണമാണ് താപോർജ്ജ. മണികർണൻ മിക്കവാറും അറിയാം. പുക താഴ്വര, അതുപോലെ മണികരനും പുക താഴ്വരയുമാണ് ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രം. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതായിരുന്നു? മിഷോ. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് ഏത്? പുറം പണിക്കാരൻ. GST നിലവിൽ വന്നത് എന്നാണ്? GST ജൂലൈ 17. ഹരിത വിപ്ലവം ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവർ യോജിക്കാത്ത പ്രസ്താവന. ഓപ്ഷൻസ് വായിക്കും. ചെറുകിട കർഷകർക്കും വൻകിട കർഷകർക്കും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവം രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഇവയൊന്നുമല്ല. ആൻസർ ഇതാ വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ വാങ്ങിക്കുന്നത്. നെക്സ്റ്റ്, നീതി ആയോഗ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ്: നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തൽ, നിസ്സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, ഇവയെല്ലാം. നീതി ആയോഗ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിലേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ വരുന്നത്? ഇവയെല്ലാം വരുമല്ലേ. നയരൂപീകരണം, പദ്ധതികളുടെ ചട്ടക്കൂട്, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നതെന്നാണ്? ജൻധൻ യോജന 28 ഓഗസ്റ്റ് 2014. താഴെ പറയുന്നവയിൽ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണേത്? മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ. അതുപോലെ കോടതിയെ സമീപിക്കാവുന്നതാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഇതിൽ 1ഉം 2ഉമാണ് അല്ലേ തെറ്റായ പ്രസ്താവനകൾ. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ മേൽപ്പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 248 അനുച്ഛേദം. സമവർത്തി ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ശരി ആൻസർ ഏതാണ് വരിക? 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ്, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റ് വരും? ട്രേഡ് യൂണിയൻ ഇതിലാണ് വരിക. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. 52ാമത് ദേശീയ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 24ാം ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. സി ആണത്. 3ഉം 4ഉമാണ് ശരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 46 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ഇതൊരു ശരിയായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ പ്രസ്താവന എയും ബിയുമാണ് ശരിയായ പ്രസ്താവന. താഴ്ത്തുനിരിക്കുന്നവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. അന്തരിച്ചത് 2023 നവംബർ 22 അല്ലേ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അടിയന്തരാവസ്ഥക്കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 258. നിലവിലെ UPSC ചെയർമാൻ ആരായിരുന്നു? താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്?
കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. പഞ്ചായത്തി രാജ് ദിനം എന്നാണ് ഫെബ്രുവരി 19. നെൽവയൽ തണ്ണീർത്തട വികസനം സംരക്ഷണ നിയമം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഏത് ആക്റ്റാണ്? 2008 28 നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ രംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്? പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത് ഡോപ്പമിൻ. വിറ്റമിൻ എയുടെ തുടർച്ചയാഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായത് ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ് തെറ്റായത്. ഹോർമോണിൻ്റെ ആണല്ലേ. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. അപ്പോൾ DNA കാണുന്നത് അല്ലേ? ഏതാ വരിക? തൈമീൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ഗ്രാമം ഏത് വരും? ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യുതശാസ്ത്ര നോബലിന് അർഹമായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? റേഡിയോ തരംഗം. പ്രതലബലത്തിൽ SI യൂണിറ്റ് പ്രസ്താവിക്കുക. നെക്സ്റ്റ് വൺ. ഓക്കെ.